അങ്ങനെ ഗൈസ് നമ്മൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ അപ്പളേ പറഞ്ഞില്ല, അടച്ചു തീർത്തില്ല പിന്നെയും ഫൈൻ ആവുമല്ലോ കേസ്. നമ്മുടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കോൾ വന്നത്. ഒരു പോലീസുകാരനാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു ഇത് രണ്ടും അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വാട്ട് ഈസ് അപ്പ്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഭയങ്കര സന്തോഷം സുഖമായിട്ടൊക്കെ വരുമായിരുന്നു ഗൈസ്. പക്ഷെ വീണ്ടും വേറെ ഒന്നുമല്ല, ഞാൻ ഈ വണ്ടിയിൽ ഇന്നലെ ക്രോമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ അത് കാണിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണ ഒരു സമയത്താണ് ഒരു കോൾ വന്നത്. ആ കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കോൾ വന്നത്. ഒരു പോലീസുകാരനാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സഞ്ജു അല്ലേ, നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടോ, AP 2120 ഫ്രൈഡേ ബേബി കൈ അതാണ് കേട്ടോ, ഫ്രൈഡേ ബേബി ഉണ്ടോന്ന് ചോദിച്ചു. അവരാ വണ്ടി ഉണ്ട്, എനിക്ക് സ്വിഫ്റ്റ് ആണ് സംഭവം. അതിന് ഒരു ഫൈൻ വന്നിട്ട് അടച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഫൈനോ സ്പീഡിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ അടച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം പിന്നെ ഏതാണെന്ന് അറിയാമല്ലോ. ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു പറയാം. ഇല്ല, ഒരു വാറന്റ് വന്നിട്ടുണ്ട്. ഓ മാൻ, എടാ വാറന്റ് എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ചിട്ട് പോകാൻ പറ്റുമോ? നിന്നേക്ക് ജയിലിൽ പിടിച്ചിട്ടുണ്ടോന്ന് അവർക്ക് അറിയാം, അതുകൊണ്ട് അത് പോടാ. അപ്പൊ സീൻ എന്താ, ഞാൻ തിരക്കിയപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു എന്തോ ഫൈൻ വന്നിട്ടുണ്ടായിരുന്നു, അത് അടക്കാഞ്ഞിട്ട് അത് എന്തോ വാറന്റ് ആയതാണെന്ന്. പക്ഷെ എനിക്ക് എന്റെ കയ്യിൽ എനിക്ക് സംഭവം അല്ലെങ്കിൽ പുള്ളി എന്നോട് പറഞ്ഞു ചിലപ്പോൾ കൈപ്പറ്റാഞ്ഞിട്ട് വേണമെങ്കിലും ആകാന്ന്. എനിക്ക് തോന്നുന്നു ഇനി ഞാൻ ദുബായി പോയ സമയത്ത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയ സമയത്ത് അതാ ഇനി വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാത്തതാണെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ എൻ്റെ കയ്യിൽ ഇതുവരെയായിട്ട് ഞാൻ നോക്കിയില്ല. പക്ഷെ ഇടക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഓവർ സ്പീഡിങ്ങിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ പോയപ്പോഴൊക്കെ 80-90 പോയതിൻ്റെയൊക്കെ അതൊക്കെ ഞാൻ അടച്ച് തീർത്തായിരുന്നു, കംപ്ലീറ്റ്ലി അടച്ച് തീർത്തായിരുന്നു. പക്ഷേ ഈ സാധനം ഞാൻ അറിഞ്ഞില്ല. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഈ ചെല്ലാൻ ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് കയറിയപ്പം 3 കാണിച്ചാണ് ഗൈസേ. ഇത് കണ്ട, ഇതിനകത്ത് 3 ഉണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 11,250 രൂപ, രണ്ടാമത്തെ 5,250, പിന്നെ വേറൊരു 10,000 രൂപ, 26,250 രൂപ മോഡിഫിക്കേഷന് വേണ്ടി മാത്രം എനിക്ക് അടക്കണം ഗൈസ്. ഫ്രൈഡേയിൽ കുറേ മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തിയായിരുന്നു, അതെല്ലാം മാറ്റി ഇപ്പൊ പഴയ കണക്ക് ഇപ്പൊ നോർമലായിട്ട് വണ്ടി കൊണ്ട് കിടക്കുക. ടയറിന്റെ സൈസ് കൂട്ടിയതിനെ ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയതിനുണ്ടായിരുന്നു, പിന്നെ പെയിന്റ് ആദ്യമുള്ള പെയിന്റിന്റെ കാര്യങ്ങളും, അങ്ങനെ മൊത്തത്തിൽ കുറെ കാര്യത്തിന് നമ്മുടെ ഫ്രൈഡേക്ക് ഇതേപോലെ മോഡിഫിക്കേഷൻ ചെയ്തതിന് കുറെ ഫൈനും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് അത് വൻ സീനായിട്ട് വന്നത്. കാരണം എന്റെ കൈ സത്യമായിട്ടും എനിക്ക് കൈ പറ്റിയിട്ടില്ലായിരുന്നു, ഇത്ര ദിവസമായിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു. സാധനം വരുമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ RTO അല്ലെങ്കിൽ MVD ഒക്കെ വന്നു അത് മാറ്റി കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ലീഗലി തന്നെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ മാറ്റി കാണിച്ച് അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി കാണിച്ച് ഇനി വണ്ടി കൊണ്ടു കിടക്കാവുന്ന രീതിക്ക് ടയറെല്ലാം മാറ്റി നോർമലായിട്ട് കൊണ്ടു കിടക്കുമായിരുന്നു കേസ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇതിന്റെ ഫുൾ പണ്ട് 5,000 രൂപ ഫൈൻ അടച്ചായിരുന്നു. ഓൾറെഡി വേറെ ഒക്കെ അടച്ചായിരുന്നു. അപ്പൊ ഇതിന്റെ ഫർദർ ഡീറ്റെയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നേരെ നമ്മൾ അങ്ങ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഗൈസ്. ആർ യു എക്സൈറ്റഡ് ബ്രോ? പിന്നെ ഐ ആം റിയലി എക്സൈറ്റഡ് ഗൈസ്. ഇപ്പൊ ഇതെന്റെ ഡേ ടു ഡേ ലൈഫായി മാറി. ആൻഡ് വിത്ത് ലോട്ട് ഓഫ് മണി ഗൈസ്. ഹാപ്പി ഹോളി. അങ്ങനെ ഗൈസ് നമ്മൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അതിന് വേറെ ഫൈൻ അടിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ അങ്ങനെ നിർത്തുകയാണ്. ഓ യെസ്, പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഗൈസ് നമ്മള് സ്റ്റേഷനിൽ കാര്യങ്ങളൊക്കെ പോയി തിരക്കി. അവിടുന്ന് നമ്മളിപ്പോ സ്റ്റേഷനിൽ ചെന്നപ്പോ അവര് പറഞ്ഞു രാവിലെ വിളിച്ചവരാണ്, ഇന്നലെ വിളിച്ചവരാണ്, അവർക്ക് മാത്രമേ ഡീറ്റെയിൽസ് അറിയാവുള്ളൂ. പുള്ളിനെ വിളിച്ച് ചോദിക്കുക. അപ്പൊ ഞങ്ങൾ പുള്ളിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച്. അപ്പൊ പുള്ളി പറഞ്ഞത് RTO ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ സ്റ്റേഷനിലേക്ക് അയച്ചതാണ്. RTO ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. ഇവന് ഇത് എൻഫോഴ്സ്മെന്റുമായിട്ടുള്ളതാണ്, പക്ഷെ കോർട്ടിൽ നിന്നാണ് സാധനം വന്നത്. കേസിന്റെ നമ്പറൊക്കെ ഇവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതെല്ലാം എന്റെ കയ്യിലുണ്ട് കേസ്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ RTO ഓഫീസിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും കുറെ നാൾക്ക് ശേഷം നമ്മൾ RTO ഓഫീസിൽ പോയി ഈ സാധനം പറയാൻ പോകണം. ഇപ്പൊ തന്നെ അടച്ചു തീർക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പൊ തന്നെ അടച്ചു തീർത്തേക്കാണ്. വീണ്ടും പിന്നെ എനിക്ക് ഇതിന്റെ പുറകെ അടക്കാൻ കഴിയില്ല. ആൻഡ് ഇത് ഞാൻ കുറെ ആൾക്ക് മുമ്പ് ചെയ്ത സീനാണ് കേട്ടോ. ലൈക്ക് നമ്മുടെ ഫ്രൈഡേയിൽ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ടാണ് ഈ സീനൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു പുതിയ വണ്ടി എടുത്തപ്പോൾ ഫുൾ ഓപ്ഷൻ തന്നെ എടുത്തത്. കാരണം എനിക്ക് ഇനി മോഡിഫൈ ചെയ്ത് പണി ആയിട്ട് ഇങ്ങനെ അടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പുതിയ വണ്ടി എടുത്തപ്പോൾ തന്നെ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു, എടാ ഫുൾ ഓപ്ഷൻ എടുക്കണ്ട, വെറുതെ നഷ്ടമാണ്, നമുക്ക് ആ പൈസക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മോഡിഫൈ സെറ്റാക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, ശരിയാകത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ബിഗ് ബോയിനെ ഫുൾ ഓപ്ഷനിൽ എടുത്തത്. എന്തായാലും ഇവരിൽ ഇനി മോഡിഫിക്കേഷൻ ചെയ്യാനൊന്നുമില്ലോ, ആകെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇത് ചെയ്തല്ലോ. അലോയ് മാറ്റാം സെയിം ഇഞ്ച് തന്നെ. കാരണം ഇത് 18 ഇഞ്ചിന്റെ വീല, അത് അത്യാവശ്യം നല്ല വീല. അതുകൊണ്ട് അല്ലയുടെ കളർ മാറ്റാം, ഞാൻ അതൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ പാർട്സും കാര്യങ്ങളൊന്നും വണ്ടിയുടെ മാറത്തില്ല കേട്ടോ. കാരണം എനിക്ക് കഴിയല്ല. ഇപ്പം തന്നെ ഞാൻ ഒരുമാതിരി ഇതായി
പണ്ട് ചെയ്ത കാര്യങ്ങൾക്കൊക്കെയാണ് ഗൈസ് ഇപ്പൊ നമുക്ക് ഇത് കിട്ടണത്. ഓ മാൻ. അപ്പൊ പോവാ. മണി ബോയ്സ്. അങ്ങനെ ഗൈസ് നമ്മൾ ATV പോയിട്ട് 17,000 രൂപ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഫൈൻ എന്ന് പറഞ്ഞാൽ 16,500 അപ്പൊ അത് അടക്കാൻ വേണ്ടിയിട്ട് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ വന്നിരിക്കുകയാണ്. പണ്ട് ലൈറ്റും വണ്ടിയുടെ ടയറൊക്കെ മാറിയതിന് ഇപ്പൊ ഇത്രയും കാശ്. അത് തന്നെ ഞാൻ ഓർത്തില്ല. അന്ന് നമ്മൾ മോഡിഫിക്കേഷൻ എന്ന രീതിയിൽ ലൈറ്റ് മാറി, ടയർ മാറി, അലവില് മാറി, അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഫൈൻ വന്നത്. എന്തായാലും നമ്മൾ കാണിച്ചത് റോങ് ആണ്, ആ കാര്യത്തിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇല്ലീഗലി നമ്മൾ മോഡിഫൈ ആണ്, തെറ്റാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ റൂള് പ്രമാണിച്ച്. അതുകൊണ്ട് എന്തായാലും അതിനുള്ള ഫൈനാണ് ഗൈസ് ഞാൻ ഇപ്പൊ അടക്കുന്നത്. പക്ഷെ അത് ഇപ്പോഴാണ് വരുന്നതെന്നാണല്ലോ ആലോചിക്കുന്നത്. പിന്നെ ഗൈസ് വാറന്റ് ഒന്നും അല്ല, വാറന്റ് ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസുകാരൻ എന്തോ മിസ്റ്റേക്ക് പറ്റിയാണ് എന്താണെന്ന് അറിയാം. ഞാൻ എൻ്റെ വക്കീലിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു, എടാ നിനക്ക് വക്കാലത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഡേറ്റ് മൂവ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് എന്നെ വിളിച്ചായിരുന്നു കോർട്ടിൽ ഹാജരാൻ വേണ്ടി. പക്ഷെ ഞാൻ പോയില്ല. കാരണം എന്താണെന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ദുബായിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് പകരം വക്കാലത്ത് വെച്ചിട്ട് ആ ഡേറ്റ് മാറ്റിയായിരുന്നു. അങ്ങനെ 2 വട്ടം കണ്ട് മാറ്റിയായിരുന്നു. ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഈ മാസം കൂടെ ഒരു ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഈ മാസം അവിടെ പോയിട്ട് നമ്മുടെ കേസ് അവിടെ വെച്ച് ക്ലോസ് ആകുന്നതാണ്. അപ്പോൾ പുള്ളി എന്നോട് എൻ്റെ അഡ്വക്കേറ്റും പറഞ്ഞ്, എടാ ഇത് വാറണ്ട് വരാൻ ചാൻസ് ഒന്നും ഇല്ല, വാറണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ വക്കാലത്ത് വെച്ചാണല്ലോ മാറ്റിയത്, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിരിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ നമ്പറൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പോലീസുകാരൻ നമ്പറൊക്കെ എൻ്റെ അഡ്വക്കേറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി വിളിച്ചെന്തോ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, 2 മോഡിഫിക്കേഷൻ ഉള്ള സാധനം ഇപ്പൊ നടക്കുന്നത്. വേറെ പ്രശ്നമാണ് കോടതി പോയതുകൊണ്ടാണ് അത് ഇവിടെ കൊണ്ടുവന്ന് അടക്കാൻ പറ്റില്ല. ഇത് ഇവിടെ ഇപ്പൊ തന്നെ ഈ സാധനം ആ സാധനം വന്നപ്പോഴാണ് ഇതും കൂടെ അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോ. അപ്പോൾ ഉള്ള ഫൈനുകളെല്ലാം ഞാൻ അടച്ച് തീർത്തേക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈൻ ഉണ്ടെങ്കിൽ മക്കളെ അടച്ചേക്ക്, ഇല്ലെങ്കിൽ ഇതിന്റെ പുറകെ ഓടി ഇറങ്ങേണ്ടി വരും, കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. അപ്പൊ എന്തായാലും ഈ ഫൈൻ നമുക്കൊന്ന് അടച്ചിട്ട് വരാം ഗൈസ്. ആ വണ്ടിക്കകത്ത് നിറയെ നമ്മുടെ സബ്സ്ക്രൈബർ പിള്ളേരാണ്. എന്നിട്ട് അവര് കൈയൊക്കെ പൊക്കി അവിടെ നിന്ന് കാണിക്കും. കേട്ടാ, കൊറേ നേരം കാണിക്കാൻ തുടങ്ങിട്ട് എനിക്ക് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. എന്താണ് ബ്രോ പേര്? അൽത്താഫ്. വീഡിയോ ഒക്കെ കാണാറുണ്ടോ? പിന്നെ ഓ അടിപൊളി പൊളിക്കളിയാ. കേറി. ആഹാ, ഇന്ന് ചുന്ദരിയാണല്ലോ, റോസൊക്കെ ഇട്ട് അടിപൊളിയാണല്ലോ. ചുണ്ടലി. എടി അപ്പൊ ഞാൻ ഇന്ന് 15,000 രൂപ ഞാൻ ഫൈൻ അടച്ചിരിക്കുക കേട്ടോ. വാട്ട് ഡു യു തിങ്ക്? ഞാൻ ഫൈൻ അടച്ചത് നല്ലതാണോ അല്ലയോ? നല്ലതാ. എന്തുകൊണ്ട് നല്ലതാണ്? ഫൈനൊക്കെ വരുവാണെങ്കിൽ അടച്ചു തീർക്കണം, വെച്ചോണ്ടിരിക്കല്ലോ. സത്യം, ഞാൻ പണ്ട് നമ്മുടെ ഫ്രൈഡേ ഒക്കെ ഉണ്ടായതിന്റെ എഫക്റ്റുകൾ ഇപ്പോഴാണ്. അതല്ല ഞാൻ അപ്പളേ പറഞ്ഞില്ല, അടച്ചു തീർത്തില്ല പിന്നെയും ഫൈൻ ആവുമല്ലോ, കേസ് ഫൈനൽ നല്ല വരുമ്പോ അപ്പൊ അടച്ചു തീർന്നാ പോരെ. അതന്നെ, ഇപ്പൊ എന്തായാലും അടച്ചു തീർന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫ്രണ്ടിലത്തെ സ്റ്റിക്കർ ഇന്നലെ പറഞ്ഞത് ഉടനെ എന്തൊക്കെയായിരുന്നു, എന്റെ തല കേറലായിരുന്നല്ലോ. അതല്ല, ഇന്ന് രാവിലെ ഞാൻ നോക്കിയിട്ടേ ഒരു നല്ലതാ, അതില് ചുമ്മാ കയറി ചെയ്യേണ്ട ആവശ്യമില്ല. അത് സ്റ്റിക്കർ ഇട്ടിട്ട് ആക്ച്വലി ഞാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു ഫ്രെയിം പോലത്തെ സാധനമുണ്ട്. അവിടെ കൂടെ ബ്ലാക്ക് ആയി കഴിഞ്ഞാല് അവിടെ ഒരു ആഷും പിന്നെ ബ്ലാക്കും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു രസം വന്നില്ല. പിന്നെ മഴ പെയ്യില്ലോ എന്ന്, മഴ വെള്ളമൊന്നും നല്ലപോലെ വെളുപ്പിക്കില്ലോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ആണെങ്കിൽ കട്ടമഴ. വെള്ളം കൊണ്ട് പോകുന്ന സ്റ്റിക്കറാണോ ഒട്ടിച്ചത്? അതല്ല, അതിന്റെ എഡ്ജൊക്കെ ജസ്റ്റ് അതൊക്കെ എനിക്കറിയാമല്ലോ, അത് ഇത്തിരി ഇളകിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അല്ല, അത് കുഴപ്പമൊന്നുമില്ല, അത് നല്ല മഴ പെയ്യുന്നുണ്ട്. എന്താ നാക്കെ കാണിക്കാം. ഓക്കെ, അപ്പൊ അതെന്തായാലും ഞാൻ നാളെ കാണിക്കുന്നത്. കാരണം വണ്ടിയൊന്നും കഴുകിയില്ല, ഇപ്പോഴും നല്ല പൊടി പിടിച്ചിരിക്കുക. അപ്പൊ നാളെ ഞാൻ മൊത്തത്തിൽ റിവീൽ ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ന് റിവീൽ ചെയ്യാന്ന് പറഞ്ഞിരുന്നാണെന്നേ. അപ്പൊ ഞാൻ രാവിലെ തൊട്ട് ഇതിന്റെ തിരക്കില് കാര്യത്തിലൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും എന്റെ മുത്തിനെ കാണാൻ ഞാൻ വരത്തില്ലേ. അയ്യോ നാടകം മുത്തേ പേര് ഐ ലവ് യു പറഞ്ഞു എന്നോട്. എന്റെ മോളെ ഐ ലവ് യു ടു ബേബി. ഓക്കെ, അപ്പൊ ഗൈസ് നാളെ ഉറപ്പായിട്ടും നമ്മുടെ ബിഗ് ബോയുടെ ഈ ലുക്ക് ഞാൻ കാണിക്കുന്നതാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പേഴ്സണലി എനിക്ക് ഔട്ട് ഓഫ് 100 ഒരു 45% എനിക്ക് ആണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല. എടി അത് എൻ്റയർലി അവിടെ ബ്ലാക്ക് അടിക്കണം. പിന്നെ അത് മാത്രമല്ല സ്റ്റിക്കർ അടിച്ചിട്ട് അല്ല, പെയിന്റ് അടിക്കണം. അത് വേറെ കാര്യമാണ്. അപ്പം അത് അടുത്ത ദിവസം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ജസ്റ്റ് നാളത്തെ വീഡിയോ ഉറപ്പായിട്ട് നാളത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടേക്ക്. ഞാനാർത്താ ഇങ്ങനത്തെ വിഷയമുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ഇന്നലെ തന്നെ രാത്രി ആയപ്പോൾ മറ്റേ പോലീസുകാരൻ വിളിച്ചു ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ പോയി അവിടെ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നാളെ സെറ്റ് ആക്കിയിട്ട് വരുന്നതാണ്. മുത്തിനെ പോലെ സുന്ദരിയായിട്ട് വരും. സുന്ദരൻ എന്നെ പോലെ. ബിഗ് ബോയ്, ലൈക്ക് മൈ ബിഗ് ടോയ്. ഓക്കെ ഗൈസ്, ഇവിടെ കൊണ്ട് ആക്കിയേക്കാം. ആരാ എന്നെ വിളിക്കാം? ഞാൻ കൊണ്ടാക്കി തന്നെ.
ഞാൻ പപ്പനെ വിളിച്ചടാ, പപ്പ പകുതിയായി. ഓക്കെ ഇല്ലെങ്കിൽ കൊണ്ടാക്കി തന്നാ മതി. ഓക്കെ ബേബി. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്, കണ്ടില്ലേ? ഓക്കെ, പിന്നെ എനിക്ക് ദാറ്റ് ഈസ് പെറ്റി അടച്ചതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ദേ ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം. 1250 രൂപ. ഓക്കെ, പിന്നെ ഇത് കണ്ട 11,250 രൂപ. വാവ്, ഇത് രണ്ടും അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. സെറ്റ് കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് ഒന്നുകൂടെ പറയാനുള്ള എന്തെങ്കിലും റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് അതിന് വേണ്ടിയിട്ട് ഫൈൻ അടക്കാനും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഫൈൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ അടച്ചു തീർക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലുള്ള ലീഗൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഓൾവേസ് ഫോളോ ദ ട്രാഫിക് റൂൾസ് ആൻഡ് സോ മെനി റൂൾസ്. ഓക്കെ, നല്ല നല്ല റൂൾസൊക്കെ എന്തായാലും ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം ഗൈസ്.